പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾ ഈ ദൈവത്തിനാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ ഭാഗം തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശു സക്കായിയെ പേർ ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അതൊരു വലിയ ആശ്ചര്യമായ കാര്യമാണ്. വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്തു വരുന്ന യേശു കർത്താവ് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ പേർ ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ അത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും സൃഷ്ടാവിന് അത് കഴിയുമെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ ദൈവവചനം വായിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു. ആര്? സക്കായി. ഹല്ലേലൂയ, സ്തോത്രം. ധനവാനുമായിരുന്നു. ചുങ്കക്കാരുടെ പ്രമാണിമാരുണ്ടെന്ന് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. രക്തം ചെയ്യും. ഇവൻ യെരിഹോയുടെ മുഴുവൻ അധികാരിയായ ടാക്സ് കമ്മീഷണർ ആയിരുന്നു എന്ന് ചില എഴുത്തുകളിൽ കാണുന്നുണ്ട്. പ്രൈസ് ലോർഡ്. യേശുവിനെ കാണുവാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് അവൻ കാട്ടത്തി മരത്തിന്മേൽ കയറിയത്. എന്താണ്? യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവൻ കാട്ടത്തി മരത്തിന്മേൽ കയറിയത്. അല്ലേ? അപ്പം പുരുഷാര നിമിത്തം അവന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. പുരുഷാര നിമിത്തം അവൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഇന്നും പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ കഴിയാതെ അനവധി ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ പള്ളികൾക്കെല്ലാം വളരെ പെരുന്നാളുകളും ഉത്സവങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. വലിയ പുരുഷാരമാണ്. സ്തോത്രം. അവിടെ നടക്കുന്ന വെടിക്കെട്ടുകളും ലൈറ്റുകളും അവിടെ നടക്കുന്ന ബിസിനസ്സുകളും അവിടെ നടക്കുന്ന കൂത്തുകാഴ്ചകളും ഡ്രാമയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്, യേശുവിനെ കാണാൻ വരുന്നതല്ല. അങ്ങനെ ആരെങ്കിലും യേശുവിനെ കാണാൻ വന്നിരുന്നെങ്കിൽ അവരെ യേശു വിളിക്കുക തന്നെ ചെയ്തേനെ. പക്ഷെ ഇന്നത്തെ പള്ളിപ്പെരുന്നാളുകൾക്കകത്ത് നടക്കുന്ന പണത്തിൻ്റെ ദൂർത്ത്, ഏത് പള്ളിപ്പെരുന്നാളെടുത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ചിലവ് മുടക്കി നടത്തുന്ന പെരുന്നാളുകളുണ്ട്. എത്രയോ ലക്ഷം രൂപയുടെ പടക്കങ്ങളാണ്, ആർഭാടങ്ങളാണ്, ദൂർത്താണ് ചെയ്യുന്നത് പെരുന്നാൾ പള്ളി ചെയ്യുന്നത്. അതൊന്നും യേശുവിൻ്റെ പേരിലല്ല കേട്ടോ. കർത്താവിന് ഈ വെടിക്കെട്ടും ഈ പടക്കമൊന്നും വേണ്ട. കാരണം ഭൂതലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന നിലയിൽ മിന്നലിനെ അയക്കുന്നവൻ, അവൻ്റെ ഒരു മുഴക്കം കൊണ്ട് സകല ജനത്തിൻ്റെയും ഞെടുക്കുന്ന പരിഭ്രമം പിടിപ്പിക്കുന്നവന് ഈ ഭൂമിയിൽ കിടക്കുന്ന ഏറുപടക്കം പൊട്ടിച്ച് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ട് ജനചല കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു മാത്രം. അപ്പം പള്ളിപ്പെരുന്നാളുകളായിരുന്നാലും ഉത്സവങ്ങളായിരുന്നാലും ഇതിനകത്ത് യേശുവിനെ കാണുവാൻ ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ നിശ്ചയമായും അവരെ യേശു കണ്ടേനെ, വിളിച്ചേനെ. പക്ഷേ ഇവിടെ പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിയുന്നില്ല. ഇന്നും ഇത് തന്നെയാണ് ഞാൻ മുമ്പ് ആവർത്തികൾ. ഇങ്ങനെ നടക്കുന്ന കോലം കെട്ട് മുഖാന്തരം ആരും യേശുവിനെ കാണാൻ കഴിയുന്നില്ല. ലോകത്തിൻ്റെ കൂത്തുകാഴ്ചകൾ കണ്ട് മടങ്ങിപ്പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഈ സ്ഥിതിക്ക് മാറ്റം വരേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, യേശു ആരെന്നറിയുവാൻ, അവൻ എങ്ങനെയുള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് വലിയ പുരുഷാര നിമിത്തം കഴിയാതിരുന്ന സക്കായി കാട്ടത്തി മരത്തിൽ കയറിയതുപോലെ നിന്റെ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അറിയാനായിരിക്കണം. ലോകത്തെ നീ അറിഞ്ഞത് കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. ലോകത്തുള്ള നേതാക്കന്മാരെ അറിഞ്ഞുകൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. ലോകത്തിൽ നിന്റെ മത നേതാക്കന്മാരെ അറിഞ്ഞുകൊണ്ടോ അവിടെ നടക്കുന്ന ഓരോ പെരുന്നാൾ ഉത്സവങ്ങൾക്ക് നീ സാക്ഷിയായതുകൊണ്ടോ നിനക്കൊരു പ്രയോജനമില്ല. ഹല്ലേലൂയ. നിനക്ക് എന്തെങ്കിലും പ്രയോജനം വരണമെങ്കിൽ നീ യേശുവിനെ അറിയണം. രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സക്കായിയെ വിളിച്ചു. ആ വിളി ഒരു വിശേഷ വിളിയാണ്. ഹല്ലേലൂയ. അത് കൃപയുടെ വിളി മാത്രമല്ല, അതൊരു വ്യക്തിപരമായ വിളി കൂടെയായിരുന്നു. കൃപയുടെ വിളി മാത്രമല്ല, വ്യക്തിപരമായിട്ട് യേശുവിനെ വിളിക്കും. ഹല്ലേലൂയ.
ജനക്കൂട്ടം അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നാലും സക്കായിയെ വ്യക്തിപരമായി വിളിക്കണമെങ്കിൽ സക്കായിയെ കുറിച്ച് കർത്താവ് എത്രമാത്രം മനസ്സിലാക്കിയിരിക്കണം. രക്തം ചെയ്യും ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് മുഴു ലോകത്തെ സൃഷ്ടിച്ചവനാണെന്നുള്ളതിന്റെ തെളിവ്, മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയിലുള്ള സകല ജനത്തിൻ്റെയും പേര് നമ്മുടെ കർത്താവിന് അറിയാമെന്നുള്ളത് ഈ വാക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമി ജനിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കുമുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കളുടെ പേര് ആ ക്ഷണത്തിൽ തന്നെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നമ്മുടെ പേര് നന്നായിട്ട് അറിയുന്ന യേശുവാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, സകലത്തിൻ്റെ സൃഷ്ടാവ്, സകലത്തിൻ്റെ ഉടയവൻ യേശുവാണ്. അവൻ അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കയില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അവൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളെ മുഴുവൻ യേശു അറിയുകയാണ്. സക്കായിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വിഷയം എന്ന് പറയുന്നത് യേശുവിനെ കാണുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് മുന്നേ യേശു പറഞ്ഞു. അതുകൊണ്ടാണ് യേശു ആ വഴിയായി വന്ന് കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ യേശു മേൽപോട്ട് നോക്കിയതും സക്കായി ഇറങ്ങിവായി എന്ന് പറഞ്ഞ് അവൻ്റെ വ്യക്തിപരമായ വിഷയം യേശുവിനെ അറിയുക എന്നുള്ളത് അവൻ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തത്. രക്തം ചെയ്യും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ എന്തുമായിരുന്നാലും നീ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമേൻ, നിന്റെ വ്യക്തിപരമായ വിഷയത്തിനകത്ത് മറുപടി തരാൻ, ഉത്തരം നൽകാൻ ദൈവം വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയം നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത്. സ്തോത്രം. സക്കായിയുടെ വ്യക്തിപരമായ വിഷയത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി യേശു പേർ ചൊല്ലി വിളിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം എത്രയോ യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞ വചനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സക്കായിയുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷിപ്പാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഈ പ്രവചനം പ്രവചന ദൂത് അങ്ങ് വെളിപ്പെടുക, നിറവേറുക. സക്കായിയുള്ള ബന്ധം സക്കായി, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ യേശുവിനുള്ളതാണ്, നീ യേശുവിനുള്ളതാണ്, നീ ലോകത്തിനുള്ളതല്ലെന്ന്. നീ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ളതല്ല, നീ ഇവിടുത്തെ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും മതവാദികൾക്കും മതമേലാളന്മാർക്ക് ഓശാന പാടാൻ രാഷ്ട്രീയക്കാരുടെ മാകി വെക്കുവാനും അല്ല നിന്നെ വിളിച്ചതെന്ന്, നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഹല്ലേലൂയ. നീ കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെയാണ് നീ അനുഗമിക്കുന്നെങ്കിൽ നിന്റെ വ്യക്തിപരമായ സകല വിഷയങ്ങൾക്കും യേശു മറുപടി തരും. ലോകത്തെയാണ് നീ അനുഗമിക്കുന്നെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങൾക്കകത്ത് ഒരു മറുപടിയും കാണാതെ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. രക്തം ചെയ്യാം. പ്രൈസലോ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് രാഷ്ട്രീയം കളിച്ചതാണ്. ഒരുപാട് രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്നതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്കൊരു മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്നതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾ പോലും നന്നായി അറിഞ്ഞ് നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ യേശു വിശ്വസ്തൻ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച് നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ലെന്ന് വലിയ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നിങ്ങളോടുള്ള വാഗ്ദത്തമാണ്, നമ്മോടുള്ള വാഗ്ദത്തമാണ്, എന്നോടുള്ള വാഗ്ദത്തമാണ്, നിന്നോടുള്ള വ്യക്തിപരമായ വാഗ്ദത്തമാണ്. ആ വചനം അങ്ങ് ഏറ്റെടുക്കണം. രക്തം ചെയ്യും. വചനം ഏറ്റെടുത്ത് വചനത്തിൽ ആനന്ദിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദിപ്പാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഈ സക്കായി ഏത് കാര്യത്തിലാണ് സന്തോഷിക്കുന്നത്? പുള്ളി ചുങ്കക്കാരിൽ പ്രമാണിയാൻ ധനവാനാണ്. ഹല്ലേലൂയ. എരിഹോ മുഴുവൻ്റെ ടാക്സ് കമ്മീഷണറാണ്. ഹല്ലേലൂയ. പക്ഷെ പുള്ളിക്ക് ഭവനത്തിനകത്ത് നല്ല സ്വാതന്ത്ര്യവും നല്ല അംഗീകാരവും ദേശത്തും ഒക്കെ ആമ ഉണ്ടെങ്കിൽ പോലും
പുള്ളി വ്യക്തിപരമായി ആഗ്രഹം യേശുവിനെ അറിയാമെന്നുള്ളതാണ്. പ്രൈസറുണ്ട് അല്ലെങ്കിൽ അതാണ് പുള്ളി ഹൃദയത്തിൻ്റെ സന്തോഷം. വ്യക്തിപരമായി യേശുവിനെ അറിയുമ്പോഴുള്ള ഹൃദയത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന സന്തോഷത്തെ യേശു ക്രിസ്തു സഫലമാക്കി കൊടുക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഒരിക്കലെങ്കിലും യേശുവിനോട് നിന്റെ ഹൃദയം കൊടുത്താൽ പിന്നെ നീ തളരുകയില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെയും പറയട്ടെ, കാലങ്ങൾ എത്രയായി ഞങ്ങൾ ഈ സത്യസുവിശേഷം വിളിച്ചു പറയുന്നു, ഈ ദൈവിക സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്റെ പേർ ചൊല്ലി വിളിച്ച് നീ യേശുവിൻ്റെതാണ്. നീ കടന്നു പോകുന്ന വഴി നിനക്ക് ദുർഘടമാകാതിരിക്കാൻ വേണ്ടി നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ നീ ഒരു നാളും തളർന്നു പോകാതെ പ്രൈസലോ നിന്നെ കണ്ണിലെ കൺമണി പോലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് എത്ര കാലങ്ങളായി നിന്റെ ഹൃദയത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തോ? പ്രൈസലോ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നെ സമർപ്പിക്കുവാൻ കഴിയാതെ, യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിയാതെ നിന്നെ അലട്ടുന്ന പിന്നോക്കം വലിക്കുന്ന സാത്താൻ്റെ ശക്തികളെ, പാരമ്പര്യത്തിൻ്റെ ശക്തികളെ, പൗരോഹിത്യത്തിൻ്റെ ശക്തികളെ, ഇവിടുത്തെ പെരുന്നാളുകളുടെ ശക്തികളെ, അവിടെ നടക്കുന്ന ആർഭാടങ്ങളുടെ ദൂരത്തിൻ്റെ ശക്തിയിൽ നീ പുറത്തു വരണമെന്ന്. അല്ലേരിയ നിനക്കൊറ്റ ബന്ധം കർത്താവുമായിട്ട്. അല്ലേരിയ. അപ്പം ഈ ടാക്സ് കമ്മീഷണറായിരിക്കുന്ന സക്കായി സകലത്തെ ഉപേക്ഷിച്ചിട്ട് യേശുവിനെ വ്യക്തിപരമായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. അതെ, സക്കായി യേശുവിനെ വ്യക്തിപരമായി തിരഞ്ഞെടുത്തത് അവൻ്റെ ജീവിതത്തിൽ അത് എന്നേക്കും ഒരു അനുഭവമായി. അതുകൊണ്ടാണ് ഇന്നും സക്കായിയെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹം അത്ര വലുതായിരുന്നു. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, യുവക്കന്മാരെയും പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിന്നെ ഈ ലോകത്തെ സ്നേഹിപ്പാൻ ആരും കാണത്തില്ല. യേശുവിന്മാർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ? അല്ലൊരു സ്തോത്രം. അങ്കമാലിക്കടുത്ത് അല്ലൊരു സ്തോത്രം. 3 വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിനെ സ്വന്തം അമ്മ നദിയിലേക്ക് പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് കണ്ടില്ലേ? പെറ്റ തള്ള സ്വന്തം കുഞ്ഞിനെ നദിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വ്യാജങ്ങൾ പറഞ്ഞു പരത്തി. പക്ഷെ പോലീസുകാരെ പിടിച്ചത് കണ്ടില്ലേ? അതാ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 49:15 വായിച്ച കഴിയുമ്പോൾ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, അവളുടെ ജീവിത സുഖത്തിന് വേണ്ടി, ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദൂരത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മറന്ന് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കൊന്നു കളയുവാൻ ഇന്ന് ഒരുങ്ങി നിൽക്കുന്ന അനവധി സ്ത്രീകൾ ഈ കല്യാണിയുടെ വലിയ മാതാവിനെ പോലെ നോക്കിയേ. ആ സ്ത്രീയുടെ ഒക്കത്തിരുന്നുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ, ആ പാലത്തിന്മേൽ ചെല്ലുമ്പോഴും ആ കുഞ്ഞറിയുന്നില്ല എന്നെ നദിയിലേക്ക് വലിച്ചെറിയാനാണ്. ആ കുഞ്ഞറിയുന്നില്ല. ആ കുഞ്ഞ് അമ്മയുടെ തോളിൽ സുരക്ഷിതമാണ്. ആ കുഞ്ഞ് ചിന്തിക്കുന്ന ഞാൻ എൻ്റെ അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പാലത്തിൽ വെച്ച് കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോഴും ആ കുഞ്ഞ് അറിയുന്നില്ല എന്നെ നദിയിലേക്ക് എറിയുകയാണെന്ന്. ആ തള്ളയുടെ കയ്യിൽ ആ കുഞ്ഞിനെ എറിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിന് മനസ്സിലായി എൻ്റെ ജീവൻ തീർന്നു. പക്ഷെ 3 വയസ്സുള്ള കുഞ്ഞ് ഒന്നും അറിയില്ലെങ്കിലും അത് ആ നദിയിലേക്ക് നിലം പതിച്ചു. ആ വെള്ളത്തിൽ ശ്വാസം മുട്ടി നെഞ്ചുമുട്ടിയ കുഞ്ഞ് മരിച്ചു. ഉലകത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒറ്റ അപ്പനും അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും നീച്ചവും നിഗൂഢവും ക്രൂരവുമായ ദുഷ്ടതയാണ് ആ സ്ത്രീ പ്രവർത്തിച്ചത്. ആ സ്ത്രീക്കൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ല. കൊന്നുകളയാൻ പറയത്തില്ല. അവരുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം. മൃഷ്ടാന ഭോജനം കൊടുത്തവരെ തീറ്റിപ്പോറ്റി വളർത്തിയെടുക്കാതെ അവർ ചെയ്ത തെറ്റ് തതക്ക ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരിക്കലും മോചനമില്ല. നോക്കിയ സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞ നീചമായ ക്രൂരത നിറഞ്ഞ നികഷ്ടബുദ്ധിയിൽ നിറയപ്പെട്ട ഇങ്ങനെയുള്ള അനവധി ആളുകൾ അല്ലെങ്കിൽ ഇന്നുകൊണ്ട് അതിൻ്റെ നടുവിൽ നോക്കി ഒരു സൗന്ദര്യമില്ല, കാണാൻ കൊള്ളത്തില്ല, വലിയ അഴകൊന്നുമില്ല, ആളിൽ കുറുകിയവനാ. ആ സക്കായിയെ യേശു മാറോട് ചേർത്ത് പിടിക്കുന്ന കണ്ടില്ലേ? അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, ലോകം നിന്നെ സ്നേഹിക്കത്തില്ല. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട്, യുവക്കന്മാരോട്, ലോകം നിന്നെ സ്നേഹിക്കത്തില്ല. നിന്നെ സ്നേഹിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ യേശു ക്രിസ്തു മാത്രമാണ്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായിരുന്നപ്പോൾ തന്നെ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ യേശു ക്രിസ്തുവാണ്. ആ യേശു മാത്രമേ ഈ ഭൂമി നിന്നെ മരണത്തോളം സൂക്ഷിക്കത്തുള്ളൂ. നിന്റെ മാതാപിതാക്കൾ സ്വാർത്ഥ താല്പര്യം വേണ്ടി നിന്നെ മറ്റുള്ളവർക്ക് അടിയറ വെക്കും. സ്വന്തം പിതാവിൻ്റെ ഇഷ്ടപ്രകാരം സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ അല്ലെങ്കിൽ പീഡനത്തിനിരയാക്കിയ സംഭവം. സ്വന്തം മാതാവിൻ്റെ ഇഷ്ടപ്രകാരം കാമുകന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച അനുഭവങ്ങൾ.
മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിറ്റ അനുഭവങ്ങൾ എത്ര 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 നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാതുകൾ കണ്ട് കേട്ടത്ര നികഷ്ടം പിടിച്ച നികഷ്ടമായ ഈ ഭൂമിയിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന സ്വാമി സക്കായി യേശു സ്നേഹിച്ചതുപോലെ നിന്നെ യേശു സ്നേഹിക്കുന്നു. എന്താ ചെയ്യാം? ഞാൻ ആ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ആ ഫോട്ടോ പല പ്രാവശ്യം എടുത്തു നോക്കി, പല പ്രാവശ്യം വാർത്തകൾ വായിച്ചു. അതിനെ കണ്ടിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞിനെ എങ്ങനെ ആ പുഴയിലേക്ക് എറിയുവാൻ ഈ നികൃഷ്ടയായ സ്ത്രീക്ക് കഴിഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചു. അവർക്ക് വേണ്ടി മറ്റാർക്കെങ്കിലും കൊടുക്കത്തില്ലേ? അല്ലേറിയാം ഞാൻ നോക്കണം, അങ്കമാലി താമസിക്കുന്ന അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ ആലുവയിൽ ചെന്നാൽ അവിടെ ജോസ് മാവേലി എന്ന് പറയുന്ന പുള്ളി നടത്തുന്ന നല്ലൊരു ഓർഫനേജ് ഉണ്ട്. ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് 2 കരങ്ങളിൽ നീട്ടി സ്വീകരിക്കും. ആ കുഞ്ഞിനെ അവിടെ സുരക്ഷിതമായി വളരാമായിരുന്നു. പക്ഷെ അതിന് പോലും ഇട കൊടുക്കാതെ, സമ്മർദ്ദം കൊടുക്കാതെ പുഴയിലേക്ക് എറിഞ്ഞിടണം ഞാൻ സഹോദരിയെ. ബാക്കി നിങ്ങൾ പറ. രക്തം ചെയ്യും പ്രൈസറോ. ഞാനൊരു പാസം വലയ്ക്ക് എൻ്റെ ബാക്കി പൂരിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ അവൾ മാനസാന്തരപ്പെടണം. പ്രൈസറോ. ഉലകത്തിലൊരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകരുത്. ഇവിടെ നമ്മുടെ യേശുവിൻ്റെ സ്നേഹം എന്ന് മനസ്സിലാക്കി സക്കായിയെ സ്നേഹിക്കുന്ന ഇവിടെ യേശു സക്കായിയെ പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. സക്കായിയെ നിനക്ക് മരത്തിന്റെ ഇലകളിൽ മരത്തിന്റെ ഇലകളുടെ നടുവിൽ മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. സക്കായിയോട് യേശു പറയാണ്, മരച്ചില്ലകളുടെ ഇടയിൽ, മരങ്ങളുടെ ഇടയിൽ, ഈ ഇലകളുടെ ഇടയിൽ നിനക്ക് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. നീ ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. നീ ഒരു അനാഥനല്ല. നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല. നീ എനിക്കുള്ളവൻ തന്നെ. സക്കായിയുടെ ചുറയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. നിന്നെ ഞാൻ ഒരിക്കലും അനാഥനായി വിടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നീ എൻ്റെ മകനാണ്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അമ്മയുടെ വയറ്റിൽ വെച്ച് ഞാൻ നിന്നെ മുന്നറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 16 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കണ്ടോ? സക്കായിയെ കുറിച്ചുള്ള വലിയൊരു വാക്തത്വമാണ്. സങ്കീർത്തനക്കാരൻ്റെ പുസ്തകത്തിൽ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു എന്ന് സക്കായിയുടെ ബന്ധത്തിൽ. എന്നിട്ട് പറയാണ്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. സക്കായിയെ കുറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിയമിക്കപ്പെട്ട നാളുകളിൽ അവയെല്ലാം ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പേരും ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പക്ഷെ ഇന്ന് നീ അത് മനസ്സിലാക്കാൻ കഴിയാതെ ലോകത്തിന്റെ സുഖലോലുപങ്ങളിൽ വീണ് യാത്ര ചെയ്യുവാണ് സ്വാഭാവിക. ഹല്ലേലൂയ. നീ മടങ്ങിവാ, മാനസാന്തരം മടങ്ങിവാ. യേശു ക്രിസ്തു വരാൻ സമയമായി. ഈ കാണുന്നതെല്ലാം തീരാറായി. മനുഷ്യന്റെ എല്ലാ പൂർത്തും, മനുഷ്യന്റെ എല്ലാ 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 പ്രവൃത്തികൾക്കും വിരാമം വിടാൻ സമയമായി. കാഹളം പിടിക്കാൻ സമയമായി. ഹല്ലേലൂയ. സക്കായിയെ പോലെ നീ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ നീ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നിനക്കൊരു പ്രത്യാശയോടെ ഉണ്ടാകും. നിനക്കൊരു വീണ്ടെടുപ്പാൻ, ഒരു ഉയർപ്പ് കിട്ടുമെന്നാണ്, ഒരു തേജസ്കരണം കിട്ടുമെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ ഉരുവാകുന്ന മുമ്പേ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും സിദ്ധ കാര്യങ്ങൾ കർത്താവിന് അറിയാം. നമ്മളെക്കുറിച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, കുടുംബ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ, സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതം, നിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ, നിന്റെ ശാരീരികമായ രോഗങ്ങൾ, നീ മാനസിക അനുഭവിക്കുന്ന എല്ലാ ഡിപ്രഷനുകളും, നിന്നെ നിരാശനാക്കുന്ന, ദുഃഖിതനാക്കുന്ന, കണ്ണുവിലേക്ക് കൊണ്ടുപോകുന്ന, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ ശത്രുവിനെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ എല്ലാം നന്നായിട്ട് അറിയുന്നവൻ യേശുവാ. അതിൽ നിന്ന് നിന്നെ മോചിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നത്. നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന് നിന്നെ മോചിപ്പിച്ചെടുത്ത് ദൈവത്തിന്റെ മകനായി മകളായി നിർത്തുവാൻ അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മൾ സക്കായിയെ കുറിച്ച് ഒരുപാട് കേൾക്കാറുണ്ട്.
ഞാൻ കഴിഞ്ഞ 2 ദിവസം സക്കായിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് സക്കായിയെക്കുറിച്ചാണ് പറഞ്ഞങ്ങോട്ട് തീരുന്നില്ല. എത്ര സ്നേഹാദരവോട് കൂടിയുള്ള വിളിയായിരുന്നു നമ്മുടെ കർത്താവ് സക്കായിയെ വിളിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ചെറിയ ശമൂവേലിനെ ഒരു രാത്രി ദൈവം പേര് ചൊല്ലി വിളിച്ചു സംസാരിച്ചപ്പോൾ ശമൂവേലിന് എത്രമാത്രം സന്തോഷമുണ്ടായി കാണുന്നു. ചെറിയ ബാലനായിരിക്കുന്ന ശമൂവേലിനെ യഹോവയായി ദൈവം പേർ ചൊല്ലി വിളിച്ചുവെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം, ഹല്ലേലൂയ, നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയിൽ നിന്ന് അവൻ വിളി കേട്ടു. ഹല്ലേലൂയ. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൊണ്ട് യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയിൽ ഇതാ എന്ന് പറഞ്ഞു. അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണുന്നത് യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. ഒരു ചെറിയ ബാലനായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടക്കുന്ന ശമൂവേലിന്റെ ചെറുപ്രായത്തിൽ യഹോവ 3 പ്രാവശ്യം അവനെ വിളിച്ചു. അപ്പം അതുവരെ വിളിച്ച് ഏലിയ വിളിക്കുന്നവർത്തെ വിളിച്ചപ്പോൾ ഏലിടിക്കുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ പ്രാവശ്യം മനസ്സിലായി ഏലിയല്ലേ വിളിക്കുന്ന യഹോവയാണ്. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതാവേ, ശമൂവേലിന് എത്രമാത്രം സന്തോഷം ഉണ്ടായി കാണുമല്ലേ. അതെ, ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ട്, നീ കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ശമൂവേലിനെ വിളിച്ചതുപോലെ സക്കായിയെ വിളിച്ചതുപോലെ കാലങ്ങൾ അത്രയായി ശ്രോതാവ് നിന്നെ യേശു വിളിക്കാൻ തുടങ്ങിയിട്ട് ശമൂവേലിനെ ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷ ഏൽപ്പിച്ചതുപോലെ സക്കായിയെ ഉത്തരവാദിത്തമുള്ള കുടുംബം ഏൽപ്പിച്ചതുപോലെ നിന്നെ ഉത്തരവാദിത്തമുള്ള ചില പ്രവർത്തികൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ള ജോലിക്ക് വേണ്ടി കർത്താവ് കാലങ്ങളായി നിന്നെ വിളിക്കുക. ഇന്ന് വരെ നീ വിളി കേട്ടില്ല. ഞാൻ വിളി കേൾക്കാത്തതിൻ്റെ കാരണമാണ് ലോകത്തിൻ്റെ വെറുപ്പുത്തുകൾക്കകത്ത് നീ അലിഞ്ഞു ചേർന്നു. ലോക പാപങ്ങൾ നീ അലിഞ്ഞു ചേർന്നു. ലോക സുഖങ്ങളിൽ നീ അലിഞ്ഞു ചേർന്നു. ചെല്ലും മദ്യത്തിനകത്ത്, മയക്കുമതി ലഹരിക്ക്, ചെട്ടിക ജീവിത, വ്യഭിചാര, അശുദ്ധി, ദുഷ്കാമങ്ങൾക്കകത്ത്, പലിശ, കൊള്ളപ്പലിശ, ദ്രവ്യാഗ്രഹത്തിനകത്ത്, സകല അധർമ്മത്തിനകത്തും പലരും അലിഞ്ഞു ചേർന്നത് കൊണ്ട് ദൈവവിളി തിരിച്ചറിയുന്നില്ല. അതെ, നമ്മൾ ലോകത്തെ വിട്ട് പുറത്തു വരണം. ഹല്ലേലൂയ. ജെരിഹോമിലെ മുഴുവൻ ചുങ്കം പിരിവാനുള്ള പേര് കേട്ട് മടുത്ത് ജെരിഹോമിന്റെ മുഴുവൻ ടാക്സ് കമ്മീഷണറുടെ പേരിന്റെ അനുഭവത്തിൽ മനംനൊന്ത് പോയ സക്കായി ഒരുപക്ഷെ മനസ്സിൽ ഒരു വേദന കാണും കേട്ടോ. ആ അനുഭവത്തിൽ നിന്നാണ് അവനെ യേശു വേർതിരിക്കുന്നത്. അതെ, നിന്നെ ലോകത്തിൽ നിന്ന് യേശു വേർതിരിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, ഇവിടുത്തെ രീതിയിൽ നിന്ന്, ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്ന്, സാത്താനിൽ നിന്നെ ദൈവം വിളിച്ച് വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 5:19 വായിക്കും കാണുന്നത്. അത് ഈ കാണുന്ന ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണ്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നീ പാപത്തിൽ വീണ് മരിക്കരുത്. പാപത്തിൽ നീ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകരുത്. അതിനായിട്ടാണ് നിന്നെ യേശു വിളിക്കുന്നത്. പാപത്തിന് വിളിച്ച് മോചനം, നിത്യത നിനക്ക് നൽകാൻ വേണ്ടി. നിനക്ക് പള്ളിയുണ്ട്, പ്രമാണമുണ്ട്, നിനക്ക് ദൈവങ്ങളുണ്ട്, ഹല്ലേലൂയ, നിനക്ക് സ്ഥാനമാനങ്ങളുണ്ട്, പേരും പ്രശസ്തി പാരമ്പര്യവും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് നിത്യത ചെല്ലാൻ കഴിയത്തില്ല. സക്കായിക്കും എല്ലാം ഉണ്ടായിരുന്നു. സക്കായിക്കുള്ള എല്ലാ മഹത്വം കൊണ്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ലെന്ന് സക്കായിക്ക് ഒരു പക്ഷെ ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചത്. രക്തം ചെയ്യും ഇന്ന് പകരം നീ യേശു വേണ്ടി വിട്ടുകൊടുക്കണം. കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണോ? രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വരം പോകും. അതുകൊണ്ട് ഒരു ചെറിയ ബാലനായിരിക്കുന്ന സ്തോത്രം ശമൂവേലിനെ രാത്രി ദൈവം വിളിച്ചപ്പോൾ അവൻ എത്രമാത്രം സന്തോഷമായിരിക്കും. അവന്റെ മാതാപിതാക്കന്മാർ വളരെ ചെറിയ വയസ്സിൽ തന്നെ അവനെ കൊണ്ടുവന്ന് ദൈവാലയത്തിൽ വിട്ടിട്ട് പോയി. വർഷത്തിൽ ഒരിക്കൽ ഒരു ചെറിയ ഉടുപ്പ് തയ്ച്ചുകൊണ്ട് കാണുവാനായി വരും. ഹല്ലേലൂയ. അവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുല കൂടി മാറിയപ്പോൾ തന്നെ ആലയത്തിൽ കൊണ്ട് വിട്ടിട്ട് പോയതാണ്. വർഷത്തിലൊരിക്കലാണ് പിന്നെ സ്തോത്രം ശമൂവേലിന്റെ അപ്പനും അമ്മയും വരുന്നത്. അന്ന് വരുമ്പോൾ ചെറിയ ഉടുപ്പ് കൊണ്ട് മകനെ കാണാൻ വരികയാണ്. അല്ലേ? എന്നാൽ കർത്താവാണെങ്കിൽ വിചാരിക്കാത്ത സമയങ്ങളിൽ ശമൂവേലിനോട് സംസാരിക്കുമായിരുന്നു.
അപ്പനും അമ്മയും കൂടെയില്ലെങ്കിലും അപ്പനും അമ്മയും അവനെ ദൈവാലയത്തിൽ വിട്ടിട്ട് പോയെങ്കിലും ഹല്ലേലൂയ, അവനോട് സംസാരിക്കുവാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ, മാറോട് ചേർത്ത് പിടിക്കുവാൻ, ദൈവഹിതം മനസ്സിലാക്കി കൊടുക്കുവാൻ, ദൈവിക പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ശമൂവേലിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളും അവനെ അറിയിച്ചു കൊടുക്കുവാൻ യഹോവയായി ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. രക്തം ചെയ്യാം. അത് ഇന്ന് പകൽ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ്റെ സകല കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം നമ്മുടെ ദൈവം ഏറ്റെടുക്കും. അത് യേശു നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ശ്രോതാവേ, മടങ്ങി വന്ന് യേശു വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കർത്താവിനോട് ഹൃദയം തുറന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും അറിയിക്കുക. കർത്താവിനോട് ഹൃദയം തുറന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പോരാട്ടങ്ങളെ അറിയിക്കണം. നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ, നിന്റെ കുടുംബ പ്രശ്നങ്ങളെല്ലാം നീ കർത്താവിനോട് പറയണം. ഹല്ലേലൂയ. ലോകത്തോട് അറിയിച്ചാൽ അവർ അതിനെ മറ്റുള്ളവർക്ക് കൊട്ടിഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. നിന്റെ വിഷയങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ അവർ നിന്റെ വിഷയങ്ങളെ മറ്റൊരാളോട് പറഞ്ഞ് അവർ ലോകം മുഴുവൻ പരത്തി കൊട്ടിഘോഷിക്കും. ചിലരെയും നിനക്കതങ്ങനെ വരേണ്ടതായിരുന്നു, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നിന്റെ പ്രവൃത്തി കൊണ്ടാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നീ അത് അനുഭവിക്കുന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ തരം താഴ്ത്തുമ്പോൾ, നിന്നില്ലായ്മ ചെയ്യുമ്പോൾ, നിന്റെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും യേശുവിന് പറഞ്ഞാൽ യേശു ആരോടും പറയാതെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ പ്രശ്നങ്ങളെ ലോകത്തോട് പറഞ്ഞാൽ ലോകം നിന്നെ നാണം കെടുത്തും. ഹല്ലേലൂയ. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പേരിനെ ദൂഷിക്കും, നിങ്ങളുടെ പേരിനെ പോലും അവർ ദൂഷിക്കും, നിങ്ങളുടെ കുടുംബത്തെ പോലും ദൂഷിക്കും. എന്നാൽ കർത്താവാണെങ്കിൽ നിങ്ങളെ നന്നായി അറിഞ്ഞ് നിങ്ങൾക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നന്മ ചെയ്യും. മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കോടിക്കണക്കിന് മക്കളുണ്ടെങ്കിലും വ്യക്തിപരമായ നിലയിൽ ശമൂവേലിനെ മനസ്സിലാക്കിയ ദൈവം, കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വ്യക്തിപരമായി സക്കായിയെ മനസ്സിലാക്കിയ ദൈവം, ഹല്ലേലൂയ, കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിക്കോദീമോസിനെ മനസ്സിലാക്കിയ ദൈവം, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ശരിയായിട്ടൊന്ന് വിശകലനം ചെയ്ത് പഠിക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ മാധുര്യത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കി വരുവാൻ കഴിയുന്നത്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3 തൊട്ട് അല്ലെങ്കിൽ 3 വരെ വാക്യങ്ങൾ വായിക്കുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസ് എന്ന പേരുള്ളൊരു മനുഷ്യനായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടമായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിനോട്, ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് നിക്കോദീമോസിന്റെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറഞ്ഞു. നീ പുതിയതായി ജനിക്കണമെന്ന്. പരീശന്മാരി പ്രമാണിയാണെങ്കിൽ നിക്കോദീമോസിന് വീണ്ടും ജന്മം എന്താണെന്നറിയില്ല. വീണ്ടും ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ജനിക്കുന്നതിന് മാത്രമേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയൂ. വീണ്ടും ജന്മം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച വ്യക്തിയാണ്. പാപത്തിൽ അകൃത്യത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന സങ്കീർത്തനം 51 അങ്ങനെ അകൃത്യം നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി നിങ്ങൾ ആ പാപത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വഭാവേ, നീ സകലവും തിരിച്ചറിയുന്ന കാലമാകുമ്പോൾ, നന്മകൾ തിന്മകളെ കുറിച്ച് തിരിച്ചറിവ് വരുമ്പോൾ, നീ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാത്ഭുതമായി സ്വീകരിച്ചതിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആമേൻ, നീ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളെന്ന് പരീശന്മാരി പ്രമാണിയായിരുന്ന നിക്കോദീമോസിന് അറിയാത്ത കാര്യങ്ങൾ യേശു പറഞ്ഞു കൊടുക്കുകയാണ്. രക്തം ചെയ്യും, ഹല്ലേലൂയ. അത് നിനക്കറിയാത്ത കാര്യങ്ങളാണ് യേശു പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ സ്തോത്രം, വ്യക്തിപരമായ നിക്കോദീമോസിനെ തെരഞ്ഞെടുത്തുകൊണ്ട് രാത്രി സമയം എന്ന് നോക്കാതെ നിക്കോദീമോസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അവൻ ഉത്തരം കൊടുത്തു. ഹല്ലേലൂയ. അതെ, നിന്റെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ ഈ ലോകത്തിന് കഴിയില്ല. രക്തം ചെയ്യും, നിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ ലോകത്തിന് കഴിയില്ല കേട്ടോ. പക്ഷെ നിന്റെ വ്യക്തിപരമായ ഉത്തരങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഈ നിക്കോദീമോസ് വരുന്ന രാത്രിയില്ല, പകൽ വന്ന പലരും കാണും.
അതുകൊണ്ട് അവൻ രാത്രിയിൽ പേടിച്ചായിരിക്കും വന്നത്. ആരും കാണാതെ വന്ന് യേശുവിനോട് സംസാരിച്ച് അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി അവൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ അത് അവൻ യേശുവിനോട് അറിയിച്ചു. നിക്കോദിമോസ് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം യേശുവിനോട് അറിയിച്ചപ്പോൾ ഹല്ലേലൂയ, രാത്രി എന്നുള്ള സമയം നോക്കാതെ യേശു അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഹോമാവി, നമ്മുടെ കർത്താവിൻ്റെ രാത്രി എന്നോ പകലൊന്നും ഇല്ല. ഏത് സമയത്താണ് നീ ദൈവത്തിന് മുഴങ്കാലും അടക്കുന്നത്, ഏത് സമയത്താണ് നിനക്ക് സമയം കിട്ടുന്നത്, എപ്പോഴാണ് നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത്, അത് രാത്രിയായാലും അർദ്ധരാത്രിയായാലും ആമേത് പ്രഭാത യാമത്തിലായിരുന്നാലും അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാ. നിന്റെ വ്യക്തിപരമായ സകല ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അവൻ മറുപടി നൽകുന്നവനാ. ഹല്ലേലൂയ, രക്തം ചെയ്യും വിശ്വസിച്ച് കരമടിച്ച് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരമേറിയ വിഷയത്തെ പരിഹരിക്കുവാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീരിനെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. ഹൃദയം നൊന്ത് നീറി ഉരുകിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോകുക. മാനസികമായി തകർന്ന് ഇരിക്കുന്ന ചില സാഹചര്യമില്ലേ, അതിനകത്ത് ദൈവം വിടുവിക്കാൻ പോകുക. പ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ചിന്തിക്കുന്നവരില്ലേ, നാളെക്കുറിച്ച് വിചാരപ്പെടുന്നവരില്ലേ, മക്കളെക്കുറിച്ച് വിചാരപ്പെടുന്നവരില്ലേ, കുടുംബത്തെക്കുറിച്ച് വിചാരപ്പെടുന്നവരില്ലേ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, രോഗിയായിരിക്കുന്നവരില്ലേ, എൻ്റെ സ്ഥിതി എന്താകും, എൻ്റെ സാഹചര്യം എന്താകും, അടുത്ത നിമിഷം എനിക്ക് എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടുന്നില്ലേ. അതിൻ്റെ നടുവിൽ നീ വ്യക്തിപരമായി നീ യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ മുമ്പിലേക്ക് നീ കടന്നു വന്ന് ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങളെ പങ്കുവെക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ആ വിഷയങ്ങൾക്കെല്ലാം യേശു മറുപടി തരും. രക്തം ചെയ്യുന്ന പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോടൊക്കെ പറയുന്ന ദൂത് നിന്റെ വ്യക്തിപരമായ വിഷയത്തിൽ യേശു ഇടപെടാൻ ആഗ്രഹിക്കുക. എനിക്കൾക്ക് മാതാപിതാവായ ശ്രോതാവേ, നിന്റെ വ്യക്തിപരമായ വിഷയത്തിനകത്ത് യേശു ഇടപെടാൻ ആഗ്രഹിക്കുക. നിക്കോദിമോസിന്റെ വ്യക്തിപരമായ വിഷയത്തിനകത്ത് യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് യേശു ഇടപെട്ടു. ഹല്ലേലൂയ, ആ വിഷയത്തിന് പരിഹാരമുണ്ടായി. ആ വീടിന് രക്ഷ വന്നു. ഹല്ലേലൂയ, അവൻ അബ്രഹാമിന്റെ മകനാണെന്ന് യേശു വെളിപ്പെടുത്തി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അല്ലോ മനുഷ്യപുത്രം വന്നതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്ന എത്രയോ യാഥാർത്ഥ്യമാ. ദൈവരാജ്യത്തിൽ നിന്ന് കാണാതെ പോയ, ദൈവത്തിന് അകന്നു പോയ, ആമൻ ടാക്സ് കമ്മീഷൻ പേര് സമ്പാദിച്ച് ദൈവവുമായി ബന്ധമില്ലാതിരുന്ന അവൻ സ്വന്തം ചുങ്കക്കാരനായി സക്കായെ. ഹല്ലേലൂയ, യേശു സ്നേഹിച്ചവൻ ഇപ്പം ആരാ? ദൈവരാജ്യത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്നവനാ. അവൻ ദൈവത്തിൻ്റെ മകനായി മാറി. അത് ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നതിനു കൂടി നിന്റെ അവസ്ഥകൾ മുഴുവൻ മാറും കേട്ടോ. ഹല്ലേലൂയ, നീ ദൈവത്തിലേക്ക് വാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അങ്ങനെ രാത്രി നിന്ന് നോക്കാതെ നിക്കോദിമോസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തു. വ്യക്തിപരമായ നിലയിൽ ശമരിയ സ്ത്രീക്ക് ഒരു പുതിയ ജീവിതം നൽകുന്നതിന് വേണ്ടി അവൻ നട്ടുച്ച സമയത്ത് ശമരിയയുടെ കിണറിന്റെ സമീപത്ത് വന്ന് അവളെ മാനസാന്തരത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ, ശമരിയാസ്ത്രീയുടെ മാനസാന്തരത്തിന് വേണ്ടി അവളുടെ വ്യക്തിപരമായ വിഷയങ്ങളെ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, അവൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അവളുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ, അവൾ അനുഗമിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് യേശു നട്ടുച്ച സമയത്ത് ഹല്ലേലൂയ ആമേൻ ശമരിയിൽ കടന്നു വന്നു. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയിൽ അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിൻ്റെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു ആ വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനിരിക്കുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീക്ക് വേണ്ടിയിട്ട്, അവളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഹൃദയ വേദനകളെ അകറ്റുവാൻ വേണ്ടിയിട്ട്, അവരുടെ ഹൃദയ ദുഃഖങ്ങളെ മാറ്റുവാൻ യേശു എന്ത് ചെയ്തു? അവൾക്ക് വേണ്ടി ആ ശമരിയ പട്ടണത്തിലേക്ക് വന്നു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഒരു ശമരിയ സ്ത്രീയെ പോൽ സ്നേഹിച്ചവളുടെ പാവങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് മഷിക ഞാനാണെന്ന് അവളെ അറിയിക്കുവാൻ യേശു വന്നെങ്കിൽ ഹല്ലേലൂയ, അത് നിന്റെ അരികിലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അവളെ മാനസാന്തരത്തിലേക്ക് നയിപ്പാടിയായി.
നീ സമരിയാസ്ത്രീ മാനസാന്തരപ്പെട്ട് വന്നതുപോലെ നീ മാനസാന്തരപ്പെട്ട് വരണം. ഇവിടെ നീ ആണിഞ്ഞൊരുങ്ങി എന്തെല്ലാം ധരിച്ചു പോയാലും ഇന്നത്തെ കാലങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്നതില്ലേ, മൂക്കിൽ തന്നെ 5 വെട്ടും തുളകൾ, കാതിൽ തന്നെ 10-20 തുളകൾ, അതിനകത്ത് മുഴുവൻ വളയങ്ങളും എല്ലാം, പിന്നെ കോരാൻ എലടിയ കയ്യിലും കാലിലും നഖത്തിലും വെള്ളയിലും എല്ലാം എന്തെല്ലാമാണ് എലടിയ വാരിക്കുട്ടി. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിന്നെ മുഴുവൻ അണിഞ്ഞാലും, ഇവിടെയുള്ള എല്ലാ പൗഡറുകളും എല്ലാ ചിന്താമി പൊട്ടും നീ മേടിച്ച് കുത്തിയാലും, നിന്നെ ഏതെല്ലാം വിധത്തിൽ സൗന്ദര്യവൽക്കരിച്ചാലും നിന്റെ ശരീരം ദ്രവിക്കുന്നതാണ്, പുഴുവരിക്കുന്നതാണ്, ദ്രവത്വത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നീ അണിയുന്നത് കൊണ്ടൊന്നും നിന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നോതാവേ, നിന്റെ ഹൃദയത്തിനകത്തെ കയ്പ്, നിന്റെ ഹൃദയത്തിനകത്തെ അകൃത്യം, നിന്റെ ഹൃദയത്തിലെ അശുദ്ധിയെ നീക്കിയില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പോകത്തില്ല. പുറമോടി കൊണ്ടൊന്നും നിനക്ക് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. പുറമേ കൊണ്ടൊന്നും മാനസാന്തരം നടക്കില്ല, മാനസാന്തരം അകത്താകട്ടോ. അതുകൊണ്ട് ശമരിയാസ്ത്രീയുടെ പുറമേയുള്ള അനുഭവങ്ങൾ കൊണ്ടൊന്നും അവൾക്ക് ദൈവരാജ്യത്തെ പ്രവേശിപ്പാൻ കഴിയില്ലെന്ന് അല്ലേലിയ രക്ഷകനെ ഒരു വെളിപ്പെടുത്തി കൊടുത്തു. അല്ലേലിയ സ്തോത്രം. അവളുടെ പാപങ്ങളെ ഉണർത്തിച്ചു. രക്തം ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിലേക്ക് നീ പോകുന്നത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മരക്ഷകനായി നീ സ്വീകരിക്കുമ്പോൾ അല്ലേലിയ ഹൃദയത്തിനകത്ത് ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട സന്തോഷത്താൽ ദൈവം നിന്നെ നിറയ്ക്കുവാൻ തുടങ്ങും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സഹോദരി ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ആദരം തുറന്ന് നീ ദൈവത്തെ സ്തുതിക്ക്. യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു സ്നേഹിക്കുന്നു കേട്ടോ. നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആരാ? യേശുവാ. നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യേശുവാ. മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ യേശുവാ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലേലിയ സ്വന്തം കല്യാണി എന്ന് കുറഞ്ഞ കുഞ്ഞിനെ ആ തള്ള പുഴയിലേക്ക് എറിഞ്ഞത്. കാരണം മാതാപിതാക്കളെ സ്നേഹിക്കത്തില്ല, പരിമിതികളുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം പരിമിതിയില്ലാത്തതാണ്. അല്ലേലിയ. അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കും. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞ് കല്യാണി എന്ന് പറഞ്ഞ 3 വയസ്സുകാരി, അതിന് പാപം എന്തെന്നറിയില്ല, അതിന് പാപ ജീവിതം അറിയില്ല, പാപ സ്വഭാവം അറിയത്തില്ല. അതിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് വേണ്ട പോലെ അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ കുഞ്ഞ് നിത്യതയുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുക. രക്തം ചെയ്യും. ആ കുഞ്ഞ് നിത്യതയിലുണ്ടായിരിക്കും. പക്ഷെ ആ തള്ള എവിടെ പോകും? ആ കല്യാണി എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ തള്ളയുടെ നരകത്തിലേക്ക് പോകും. അല്ലേലിയ. നരകവാതിൽ അവൾക്ക് വേണ്ടി തുറന്നു. ആ കുഞ്ഞിന് വേണ്ടി സ്വർഗകവാടം തുറന്നു. രക്തം ചെയ്യും. ഫ്രീസറോ. അതുകൊണ്ട് നിക്കോദിമോസേ, നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന നരകവാടത്തെ, നരകവാതിൽ അടച്ചുകൊണ്ട് വാതിൽ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. സക്കായി, നിനക്ക് മുമ്പുള്ള നരകവാതിൽ ഞാൻ അടച്ചിട്ട് സ്വർഗവാതിൽ തുറക്കുകയാണ്. അല്ലേലിയ. അതെ, നമ്മുടെ മുമ്പുള്ള നരകവാതിലിനെ അടച്ചിട്ട് സ്വർഗീയ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ യേശു നമുക്ക് വേണ്ടി തുറക്കുകയാണ്. അതെ, നീ നരകവാതിൽ അടച്ചുകൊണ്ട് സ്വർഗവാതിലേക്ക് പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ യേശുവിനെ എങ്ങനെയുള്ള കാണുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ അരികിലേക്ക് വരണം. രക്തം ചെയ്യണം. പ്രൈസറോ. അതെ, നിന്റെ വീണ്ടെടുപ്പ് യേശുവിലാണ്. നിന്റെ വീണ്ടെടുപ്പ് നിന്റെ മതത്തിന്റെ കയ്യിലല്ല. നിന്റെ വീണ്ടെടുപ്പ് നീ നിൽക്കുന്ന പ്രമാണത്തിനകത്ത് അല്ല. നിന്റെ വീണ്ടെടുപ്പ് നീ പഠിച്ചു വെച്ച ഉപദേശത്തിനകത്തല്ലെന്ന്. നിന്റെ വീണ്ടെടുപ്പ് നിന്റെ പാരമ്പര്യത്തിലും നിന്റെ പണത്തിനും ഒന്നും അല്ല സ്വഭാവേ. നിന്റെ വീണ്ടെടുപ്പ് രക്ഷകനായിരിക്കും യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതെ, സക്കായിയുടെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലായിരുന്നു. രക്തം ചെയ്യും. മല്ലേരിയ. മടങ്ങിവാ. നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് ശ്രേഷ്ഠത. നിന്റെ എല്ലാ പാപ സ്വഭാവങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് അല്ലേലിയ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹ ചുംബനം നിനക്ക് തരും. രക്തം ചെയ്യും. അതുകൊണ്ട് നീ മടങ്ങി വാ. ഇവിടെ 38 വർഷം വ്യാധിയായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടി യേശു ബെഥസ്ദാ കുളത്തിങ്കൽ കടന്നു വന്നു. 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടി സൗഖ്യമാക്കാൻ വേണ്ടി യേശു ബെഥസ്ദാ കുളത്തിങ്കൽ കടന്നു വന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം വാക്യം വായിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കാരണം ഇവൻ കിടക്കുന്നത് 38 വർഷമായി. യേശുക്രിസ്തുവിന്റെ പ്രായം 33-ാണ്. അപ്പൊ ഇവൻ അവിടെ കിടപ്പ് തുടങ്ങിയിട്ട് ഏറിയ കാലമാണെന്ന് യേശു പറഞ്ഞു.
എന്താ? അപ്പൊ ഇവൻ ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ട്? യേശുവുണ്ട്. അല്ലേലൂയ. ഇവൻ ഉണ്ടാകുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ പിണ്ടകാലമായിരിക്കും. 38 പക്ഷപാതക്കാരൻ പിടിച്ചവൻ, 38 രോഗം പിടിച്ച് കിടക്കുന്ന അമ്മയുടെ ഉദരത്തിൽ പിണ്ടകാലമായിരുന്നപ്പോൾ തന്നെ, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ, ഈ 38 രോഗം പിടിച്ച് കിടക്കുന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു അവന് വേണ്ടി ആ സ്തോത്രം ബെഥെസ്ദാ കുളക്കരയിലേക്ക് വന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചത്. ഹല്ലേലൂയ. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവനോട്, എഴുന്നേറ്റ് നിന്റെ സ്തോത്രം നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കി എടുത്ത് നടന്നു. അവന്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് യേശു അവിടെ വന്നത്. ഹല്ലേലൂയ. 38 രോഗം പിടിച്ച് കിടക്കുന്ന ആ മനുഷ്യന്റെ വിഷയത്തെ യേശു മുന്നമേൽ അറിഞ്ഞു. ദീർഘകാലങ്ങൾ അവൻ അവിടെ കിടക്കുമെന്ന് അറിഞ്ഞെങ്കിൽ നിന്റെ സകല പ്രശ്നത്തെ യേശു അറിയുന്നുണ്ടെന്ന് ഞാനീ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നിന്റെ സ്തോത്ര ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ലഘ്യോൻ ബാധിച്ച പിശാച് ബാധിച്ച മനുഷ്യനെ കല്ലറകളുടെ നടുവിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി, അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ ലഘ്യോൻ സാത്താന ശക്തിയെ പുറത്താക്കാൻ വേണ്ടി യേശു ഗന്നസരെ തടാകം കടന്ന് ഹല്ലേലൂയ ഗദരദേശത്തെത്തേണ്ടി വന്നു. എന്താ? ഒറ്റ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി അവനെ ഭൂതത്തിന്റെ ആത്മാവിനെ, അവന്റെ ഉള്ളിലെ ഭൂതത്തെ മാറ്റി ഹല്ലേലൂയ അവനെ സ്വതന്ത്രനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് യേശു അതിലേക്ക് ഗദരദേശത്തെത്തി. അത് നിന്റെ മക്കൾ ഭൂത ഉപദ്രവത്തിൽ പിടിക്കപ്പെട്ട് കിടക്കണം. അന്യായ മന്ത്രങ്ങളാൽ ശുദ്രങ്ങളാൽ ഹല്ലേലൂയ ആഭിചാര ശക്തികളുടെ മക്കൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, സാത്താന്റെ കയ്യിൽ അമർന്ന് കിടക്കുകയാണോ? ഇന്ന് പകൽ ഹല്ലേലൂയ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ യേശു ഗദരദേശത്തെത്തി പോലെ അവൻ നിന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കും. നിന്റെ വീടൊന്ന് തുറന്നു കൊടുത്താൽ, നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ, അതിനുവേണ്ടി നീ സമർപ്പിച്ചു കൊടുത്താൽ, നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന രോഗാത്മാവിനെ ബന്ധിക്കപ്പെട്ട്, ശാപത്തിൽ ബന്ധിക്കപ്പെട്ട്, ദുരാത്മാക്കളെ ബന്ധിക്കപ്പെട്ട് തളർന്നു കിടക്കുന്ന, മാനസികമായി തകർന്നു കിടക്കുന്ന രോഗത്തിന്റെ ആത്മാവിനെ ശാസിച്ച് അതിനെ പുറത്താക്കി നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് ചില കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വചനത്തിന് മുമ്പ് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. യേശു സക്കായിയെ പേർ ചൊല്ലി വിളിച്ചു. അതെ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. കണ്ണുകളടച്ചാട്ട് നിന്റെ സകല വിഷയങ്ങൾക്കകത്തും ഇന്ന് പറഞ്ഞ യേശു മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, തകർന്ന് തരിപ്പണമായി മാനസികമായി ഉടഞ്ഞു നിൽക്കുന്ന, കടക്കടി കൊണ്ട് ജീവിത ഭാരം കൊണ്ട് കുടുംബജീവനം തകർന്ന്, ആരാടി സ്നേഹിപ്പാനില്ലാതെ എല്ലാവരും തള്ളപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന, ദുരാത്മാക്കളെ ബന്ധിക്കപ്പെട്ട് മാനസികമായി തകർന്ന് ഡിപ്രഷൻ രോഗം കടീനരായി കടക്കണിയാൽ ഭാരപ്പെട്ട് മരണം മതിയെന്ന് ചിന്തിച്ചിരിക്കുന്ന അനവധി കുടുംബങ്ങൾ ഇന്ന് കർത്താവ് വിടുവിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് സക്കായിയെ സ്നേഹിച്ചൊരു ദൈവം, അവനെ പേർ ചൊല്ലി വിളിച്ച ദൈവം, ശമൂവേലിനെ പേർ ചൊല്ലി വിളിച്ച ദൈവം, കർത്താവ് ശമരിയസ്സയ്ക്ക് മാനസാന്തരപ്പെടുന്ന പുളക്കരയിൽ കിടന്ന മനുഷ്യനെ വിടുവിച്ച ദൈവമേ, നിക്കോദീമോസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിച്ച യേശുവിൽ ബാല്യകുമാരൻ യുവനത്തിൽ വാർത്തയിൽ ആരും വൃത്തരാശങ്ങൾ യാചകോട്ടന്റെ ചോദ്യം തടവറയിലായിരിക്കുന്ന സകല രോഗജാതികളെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിതൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന വലിയ ചെറിയുടെയും സകല ഭരണ സംവിധാനങ്ങളെ, രാഷ്ട്രധനന്മാർ, എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഭരണാധികാരികളെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന, ദേശത്ത് വിദേശം കഷ്ട സഹിക്കുന്ന, നോമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്നവരെ ദൈവം സന്ദർശിക്കണമേ. എല്ലാവരെയും കർത്താവ് ദൈവദാസിദാസന്മാർ അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങളാൽ, വ്യാധികളാൽ, കടക്കണിയാൽ, തകർച്ചകളെ കുടുംബ ജീവിതം പോലും തകർന്ന് ചിന്ന ഭിന്നമായി കർത്താവ് ഉയർച്ചയില്ലാതെ തകർച്ചയുടെ അടിയിൽ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങൾക്കും കർത്താവേ, സക്കായിയുടെ കുടുംബത്തിൽ രക്ഷപ്പെടുത്തുമ്പോൾ രക്ഷപ്പെടുക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിലേക്ക് ജനം കടന്നു വരണമായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിളിയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.